إن الحمد لله نحمده ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله وهو المهتدي ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يوم تجد كل نفس ما عملت من خير محضرا وما عملت من سوء تود لو أن بينها وبينه أبدا بعيدا ويحذركم الله نفسه والله رؤوف بالعباد. വളരെ പ്രിയപ്പെട്ട മഹാഭാഗ്യമായി ഇവിടെ ഒരുമിച്ച് ചേർന്ന വിശ്വാസികളെ, അക്ഷരമായ ഐഹിക ജീവിതത്തിൽ സൃഷ്ടാവും തമ്പുരാനും അഖില ലോക പരിപാലകനും ജഗനിയന്താവുമായ റബ്ബിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് നല്ല വിശ്വാസികളായി ജീവിതത്തെ ക്രമപ്പെടുത്താൻ പരിശ്രമിക്കണമേ എന്ന് എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, ഉത്ബോധിപ്പിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും ദുനിയാവിന്റെ ജീവിതത്തിൽ നിന്ന് വിട പറയുമ്പോൾ അവനെ തൃപ്തിപ്പെട്ടുകൊണ്ട്, അവൻ നമ്മെ തൃപ്തിപ്പെട്ടുകൊണ്ട് വിട പറയുവാനുള്ള മഹാഭാഗ്യം ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ കാരുണ്യവാനായ നാഥൻ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ആമുഖമായി സൂചിപ്പിച്ചത് വിശുദ്ധ ഖുർആൻ സൂറ ആലു ഇംറാനിന്റെ 30-ാമത്തെ വചനമാണ്. പ്രസ്തുത വചനത്തിലൂടെ കാരുണ്യവാനായ നാഥൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തൃപ്തികരമായ സന്തോഷമുണ്ടാകുന്ന ഒരു ദിവസത്തെയും അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കാത്ത ഒരു ദിവസത്തെയും കുറിച്ച്, അതിനെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ് പ്രസ്തുത ആയത്തിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്നത് എന്നതാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരൊരു പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ഹിജ്റ വർഷം 1445 അവസാനിച്ച് 46 പ്രവേശിക്കുവാൻ
തയ്യാറായി നിൽക്കുന്ന ഒരു സമയം. പലപ്പോഴും വലിയ ആരവങ്ങൾ ഒരു വർഷം കഴിഞ്ഞു പോകുമ്പോൾ ലോകത്ത് നമ്മൾ കാണാറുണ്ട്. 2023 കഴിഞ്ഞ് 24 കടന്നപ്പോ അന്ന് ലോകമൊട്ടുക്കും വലിയ ആരവങ്ങളോടെയാണ് പുതിയ ഒരു വർഷത്തെ സ്വീകരിച്ചതെങ്കിൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ആരവങ്ങളില്ലാതെയാണ് നമ്മൾ 1445 കഴിഞ്ഞ് 46 പ്രവേശിക്കാൻ തയ്യാറായി നിൽക്കുന്നത് എന്നതാണ്. ഓരോ വർഷവും ആഘോഷിക്കപ്പെടേണ്ടതല്ല എന്നതാണ് ഒരു വിശ്വാസിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെയും അതേപോലെ തന്നെ പ്രവാചകന്റെ ചര്യയുടെയും അടിസ്ഥാനത്തിൽ നമ്മളിങ്ങനെ മനസ്സിലാക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആലോചനയാണ്, ആഘോഷമല്ല പുതുവർഷങ്ങൾ നമുക്ക് നൽകേണ്ടത്, കഴിഞ്ഞു പോകുന്ന വർഷങ്ങൾ നമുക്ക് നൽകേണ്ടത് എന്ന ചിന്തയാണ് വിശ്വാസികൾ ഉണ്ടാവുക. അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തിയ ഒരു കാര്യം, അതോടൊപ്പം തന്നെ മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇർതഹലത്തി ദുനിയ മുദ്ബിറ വർതഹലത്തിൽ ആഖിറ മുഖ്ബില വലികുല്ലി വാഹിദിൻ മിൻഹുമാ ബനൂൻ ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ വലാ തകൂനൂ മിൻ അബ്നാഇദ് ദുനിയ ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ് വഗദൻ ഹിസാബുൻ വലാ അമൽ. ഇതാണ് ഒരു വിശ്വാസി ഒരു വർഷം കഴിഞ്ഞു പോകുമ്പോൾ, അല്ലെങ്കിൽ ഓരോ ദിവസവും കഴിഞ്ഞു പോകുമ്പോൾ, ഓരോ മാസവും ആഴ്ചകളുമായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദിനങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ കഴിഞ്ഞു പോകുമ്പോൾ അവന്റെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ചിന്ത എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം, ദുനിയാവ് അതിങ്ങനെ തീർന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. എന്നാൽ നമ്മളെല്ലാവരും മുന്നിടുന്നത് നമ്മൾ പാരത്രികമായ ജീവിതത്തിലേക്കാണ് എന്നതാണ്. അതുകൊണ്ട് നിങ്ങളാകേണ്ടത് ദുനിയാവിന്റെ മക്കളല്ല, പാരത്രികമായ ജീവിതത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, ആ ജീവിതത്തെ ആഗ്രഹിച്ചുകൊണ്ട്, ആ ജീവിതത്തിനു വേണ്ടി ദുനിയാവിന്റെ ജീവിതത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൽ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ് എന്ന് മാത്രമല്ല, ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്, ഇപ്പോ നമുക്കൊക്കെ പ്രവർത്തിക്കാൻ കഴിയുന്ന സമയമാണ്. ദുനിയാവിന്റെ ജീവിതത്തിൽ വിചാരണകളില്ല. നമ്മൾ എന്തുകൊണ്ട് ഇന്ന് സുബഹിക്ക് ജമാഅത്ത് നമസ്കരിച്ചില്ല എന്ന് ഇവിടെ നിന്ന് നമ്മളോട് ആരും ചോദിക്കൂല. അല്ലെങ്കിൽ എന്താണ് ജുമാഅക്ക് നേരത്തെ എത്താത്തത് എന്ന് ചോദിക്കൂല. അല്ലെങ്കിൽ എന്താണ് ആ നന്മ ചെയ്യാത്തത് എന്നാരും നമ്മളോട് ദുനിയാവിന്റെ ജീവിതത്തിൽ ചോദിക്കുകയില്ല. ഇവിടെ അമലിന്റെ ലോകമാണ്, ഇവിടെ വിചാരണ ഇല്ലാത്ത ലോകമാണ്. എന്നാൽ ഈ ദുനിയാവിന്റെ ജീവിതം അവസാനിച്ച് പാരത്രികമായ ജീവിതത്തിലേക്ക് എത്തുമ്പോ വഗദൻ ഹിസാബുൻ വലാ അമലുൻ, അവിടെ വിചാരണയാണ് ഉണ്ടാവുക, അവിടെ പ്രവർത്തിക്കുവാനുള്ള അവസരം ഉണ്ടാവുകയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദുനിയാവിന്റെ ജീവിതത്തിന്റെ അവസാനം പരലോക ജീവിതത്തിന്റെ ആദ്യ വീട്, അതാണ് നമ്മൾ ഇന്ന് താമസിക്കുന്ന വീട്ടിൽ നിന്ന് സമയം എപ്പോഴെന്നറിയാതെ കടന്നു ചെല്ലേണ്ടുന്ന നമ്മുടെ യഥാർത്ഥ ജീവിതത്തിന്റെ ആദ്യത്തെ വീട് എന്ന് പറയുന്നത്. അത് ഇന്ന് കുഴിച്ചു വെച്ചിട്ടുള്ള ഒരു ഖബർ, അത് നമ്മുടെ വീടാണോ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ വീടാണോ എന്നൊന്നും നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയില്ല എന്നതാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, ഖബർ ജീവിതം അല്ലെങ്കിൽ ഖബർ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ പാരത്രികമായ ജീവിതത്തിന്റെ ആദ്യത്തെ ഭവനമാകുന്നു എന്നാണ്. ഈ ആദ്യത്തെ ഭവനം അല്ലെങ്കിൽ ആ ഖബർ ജീവിതം അത് എങ്ങനെയാകണം എന്ന് തീരുമാനിക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിനുള്ള അവസരമുണ്ട് എന്നതാണ്. ഇന്നൽ ഖബറ, ആ ഖബർ ജീവിതം എങ്ങനെയാവണം എന്ന് തീരുമാനിക്കാം. അത് റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിന്റെ, അതല്ലെങ്കിൽ
അത് പ്രയാസങ്ങളുടെ നരകത്തിന്റെ തീരുമാനിക്കാനുള്ള അവകാശമാർക്ക? ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ സംസാരിക്കുന്ന എനിക്ക് എന്റെ നരകത്തെയും എന്റെ സ്വർഗത്തെയും തീരുമാനിക്കാൻ എനിക്കാണ് കഴിയുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ് നിങ്ങളുടെ സ്വർഗത്തെയും നിങ്ങളുടെ നരകത്തെയും തീരുമാനിക്കാൻ കഴിയുക എന്നതാണ്. ആ പരലോകത്തേക്കുള്ള ആദ്യ ഭവനമായ ഖബറിൽ മറമാടി അവിടെ നിന്നൊരു പുനർജന്മം ഉണ്ടാകുന്നുണ്ട്. അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യം, അലാ യളുന്നു ഉലൈക അന്നഹും മബ്ഊസുൻ ലിയൗമിൻ അദീം യൗമ യഖൂമുൻ നാസ് ലിറബ്ബിൽ ആലമീൻ. നിങ്ങൾ നമുക്ക് സുപരിചിതമാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത്. അലാ യളുന്നു ഉലൈക അന്നഹും മബ്ഊസുൻ. മനുഷ്യ, നീ വിചാരിക്കുന്നില്ലേ? എന്ത് വിചാരിക്കുന്നില്ലേ? അന്നഹും മബ്ഊസുൻ, നീ ഈ കുഴിമാടങ്ങളിൽ മറവു ചെയ്യപ്പെട്ടതിന് ശേഷം അവിടെ നിന്ന് നിന്നെ ഉയർത്തപ്പെടുമെന്ന് മനുഷ്യ നീ വിചാരിക്കുന്നില്ലേ? നീ ആലോചിക്കുന്നില്ലേ? ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളുമൊക്കെ മറമാടപ്പെടുന്ന ആ ഖബറിടങ്ങളിൽ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നതിനെയാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. അതെന്താണെന്നറിയോ? ലിയൗമിൻ അദീം, അതൊരു വമ്പിച്ച മഹത്തായ ദിവസമാകുന്നു, ഗൗരവപ്പെട്ട ഒരു ദിവസമാകുന്നു. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവിന്റെ മുമ്പിൽ നമ്മളൊക്കെ തന്നെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു രംഗം. ആ രംഗത്തെയാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ചോദിക്കുന്നത്. നമ്മുടെ മനസ്സില് എന്നും രാവിലെ എടുത്തു ധരിക്കേണ്ടുന്ന അല്ലെങ്കിൽ ഓർക്കേണ്ടുന്ന ഒരു ആയത്താണ് അള്ളാഹുവിന്റെ ചോദ്യം. അലാ യളുന്നു ഉലൈക അന്നഹും മബ്ഊസുൻ ലിയൗമിൻ അദീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. നമുക്ക് വരാനിരിക്കുന്ന ഒരു ലോകം, പ്രിയപ്പെട്ടവരെ, ആ ആലോചന എനിക്കുണ്ടോന്ന് ഞാൻ ആലോചിക്കണം. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഒരു വർഷം കഴിഞ്ഞു പോകുമ്പോ നമ്മൾ എത്തുന്നത് ആ ഖബർ എന്ന ജീവിതത്തിലേക്കാണ്. അതേപോലെ തന്നെ നമ്മുടെ നന്മകളും തിന്മകളും തീരുമാനിച്ച് നമുക്ക് നൽകപ്പെടുന്ന സുഖത്തിന്റെയോ ദുഃഖത്തിന്റെയോ ലോകമായ പരലോകത്തേക്കാണ്. ആ ചിന്ത എനിക്കും നിങ്ങൾക്കും ഉണ്ടോ എന്നതാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത്. എത്ര വർഷം എന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയി നമ്മൾ കണക്കൂട്ടിയിട്ടുണ്ടോ? എന്റെ ജീവിതത്തിൽ 45 വർഷങ്ങൾ പിന്നിടുമ്പോ, അതല്ലെങ്കിൽ 35 വർഷം പിന്നിടുമ്പോ, അല്ലെങ്കിൽ 70 വർഷം പിന്നിടുമ്പോൾ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത് ഈ വർഷങ്ങൾ നമുക്ക് എങ്ങനെയാണ് ഉപകാരപ്പെട്ടത്? നമ്മുടെ ഇത്രയും കാലത്തെ കർമ്മങ്ങൾ അത് വളരെ കൃത്യമായി അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ വിശദീകരിക്കേണ്ട. പലപ്പോഴും കേൾക്കുന്ന, എപ്പോഴും ഓർത്തെടുക്കുന്ന ആയത്തുകളാണ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി എഴുതി രേഖപ്പെടുത്തി അത് നമ്മുടെ കയ്യിൽ ആ വിചാരണയുടെ രംഗത്ത് നൽകപ്പെടുന്ന അവസ്ഥയുണ്ട്. അത് വായിക്കുന്ന മനുഷ്യൻ പറയുന്ന രംഗങ്ങളെല്ലാം ആ കർമ്മ പുസ്തകത്തെ പറ്റി വിശുദ്ധ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ വെച്ചുകൊണ്ട് നമ്മൾ പറയുന്നുണ്ട്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ മാലി ഹാദൽ കിതാബ്. ഇതെന്തൊരു ഗ്രന്ഥമാണ്? ഞാൻ ചെയ്ത ചെറിയതോ വലിയതോ ആയ ഒരു കാര്യവും ഇതിൽ എഴുതാതെ വിട്ടേച്ചു പോയിട്ടില്ലല്ലോ എന്ന് വിലപിക്കുന്ന ഒരു രംഗത്തെ സംബന്ധിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വിശുദ്ധ ഖുർആനിലൂടെ ലോകരക്ഷിതാവായ തമ്പുരാൻ എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. നമ്മുടെ ഇത്രയും കാലത്തെ കർമ്മം അത് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം കാണുന്ന ദിവസത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. അന്ന് ആരാണ് ആ ദുഃഖത്തിലാകുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത് വിശുദ്ധ ഖുർആനിന്റെ ഞാൻ ആമുഖമായി ഓതി വെച്ച ആല ഇംറാനിന്റെ 30-ാമത്തെ വചനത്തിലൂടെയാണ്. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഖ്ളറ. താൻ പ്രവർത്തിച്ച നന്മകൾ തന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന ദിവസം. നന്മകൾ മാത്രമല്ല, വമാ അമിലത് മിൻ സൂഇൻ, അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്തു വെച്ച തിന്മകളുണ്ട്. ആ തിന്മകളും അവന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന സമയമാണ്. തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദ. അന്ന്
വിദൂരമാക്കപ്പെട്ടെങ്കിൽ എന്റെ നന്മ എന്റെ തിന്മകൾ എന്ന് വിലപിക്കുന്ന ഒരു കൂട്ടരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി തന്നത് യവദ്ദു അവൻ കൊതിക്കുന്നുണ്ട്. എന്താണ് അവൻ കൊതിക്കുന്നത്? തന്റെ തിന്മകൾ, താൻ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തിന്മകൾ, അതും ഞാനും വിദൂരമാക്കപ്പെട്ടെങ്കിൽ എന്ന് അവൻ ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന ഒരു രംഗത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല അള്ളാഹു പറയാ വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹു, തന്റെ ദാസന്മാർ അള്ളാഹു അതിനെപ്പറ്റി നിങ്ങൾക്ക് താക്കീത് നൽകുന്നുണ്ട്. എന്താണെന്നറിയോ? വല്ലാഹു റഊഫും ബിൽ ഇബാദ്, അവൻ തന്റെ അടിമകളോട് അങ്ങേയറ്റം ഔദാര്യമുള്ളവനാകുന്നു. വിശുദ്ധ ഖുർആനിന്റെ വചനം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആലോചിച്ചു നമ്മള് എന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്ന ഒരു വർഷം, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ഒരു ദിവസം, അത് പാരത്രികമായ ജീവിതത്തിൽ എന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന രംഗം, ആ ഹാജരാക്കപ്പെടുന്ന രംഗത്ത് അത് വിദൂരമാക്കപ്പെട്ടെങ്കിൽ എന്ന് പറയപ്പെടുന്ന ആളുകളിലാണോ ഞാനും നിങ്ങളും ഉണ്ടാവുക എന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടത് എന്നതാണ്. എന്നിട്ട് അള്ളാഹു പറയാ, ഇത് ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത് അല്ലാഹു റഊഫും ബിൽ ഇബാദ്, തന്റെ അടിമകളോട് അത്യധികം ഔദാര്യം കാണിക്കുന്നു എന്നതുകൊണ്ടാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളും അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ട നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ സഹോദരികള്, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ നാട്ടുകാർ, അവരെവിടെയാ? ദുനിയാവിന്റെ ജീവിതത്തിൽ അവരില്ലല്ലോ. പാരത്രികമായ ജീവിതത്തിന്റെ ഒന്നാമത്തെ കവാടമായ ഖബറിലേക്ക്, ഭവനമായ ഖബറിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് തിരിച്ചു പോന്നവരാണ് നമ്മള്. അവരുടെ സ്വന്തം എന്ന് വിചാരിച്ച വീടുകൾ അവർ വിട്ടേച്ചുകൊണ്ട് ദുനിയാവിൽ നിന്ന് യാത്ര പോയവരാണ്. തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് തന്റെ മക്കൾ എന്ന് വിചാരിച്ച എത്ര ഉപ്പമാരാണ്, എത്ര ഉമ്മമാരാണ് തന്റെ പ്രിയപ്പെട്ട മക്കളെയും കുടുംബത്തെയും ഒഴിവാക്കിക്കൊണ്ട് ഖബർ എന്ന ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. അതേപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ അടുത്ത ബന്ധുക്കൾ, കൂട്ടുകാർ, വല്യപ്പന്മാർ, വല്യമ്മമാർ, നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട എത്ര ആളുകളാണ് തന്റെ പ്രിയപ്പെട്ടവരെ ഒഴിവാക്കിക്കൊണ്ട് ദുനിയാവിന്റെ അലംഘനീയമായ വിധിയാകുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൃത്യമായ അള്ളാഹുവിന്റെ തീരുമാനമാകുന്ന, ഒരു മനുഷ്യനും ഒളിച്ചോടാൻ കഴിയാത്ത മരണത്തിന് കീഴൊതുങ്ങിക്കൊണ്ട് ദുനിയാവിന്റെ ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞ് ഇന്ന് നമ്മുടെ പള്ളികളുടെ ഓരങ്ങളിലുള്ള ഖബർസ്ഥാനങ്ങളിൽ മറവ് ചെയ്യപ്പെട്ട എത്ര ആളുകളുണ്ട്? ശ്മശാനങ്ങളിൽ, ഖബറുകളിൽ കഴിയുന്ന എത്ര ആളുകളുണ്ട്? അവർക്ക് എന്താണ് രക്ഷയുള്ളത്? അത് ആ ഖബറിലെത്തിയിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. മറിച്ച് ദുനിയാവിന്റെ ജീവിതത്തിൽ ഞാനും നിങ്ങളും അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ എന്നതാണ്. അതേ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാത ഇബ്നു ആദം, ഇദാ മാത ഇബ്നു ആദം, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവന്റെ മൂന്ന് കാര്യങ്ങളല്ലാത്തതെല്ലാം ആ മനുഷ്യനിൽ നിന്ന് വിച്ഛേദിച്ചു പോകുന്നു എന്നതാണ്, മുറിഞ്ഞു പോകുന്നു എന്നതാണ്. ഏതാണ് മുറിഞ്ഞു പോകാത്ത മൂന്ന് കർമ്മങ്ങൾ? ഒന്ന് സദഖ ജാരിയ, നിലനിൽക്കുന്ന സദഖയാണ്. ദുനിയാവിന്റെ ജീവിതത്തിൽ അവൻ ചെയ്ത ദാനധർമ്മങ്ങൾ അതിപ്പോഴും നിലനിൽക്കുന്ന, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സദഖ ജാരിയയാകുന്നു. രണ്ടാമത്തേതോ പ്രവാചകൻ പറഞ്ഞു, ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ വിജ്ഞാനം, അവൻ പകർന്നു നൽകിയ വിജ്ഞാനം. അതേപോലെ തന്നെ പാരത്രികമായ ജീവിതത്തിലെ അതിനെക്കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കി ജീവിതം ദുനിയാവിന്റെ ജീവിതമല്ല, അതിനപ്പുറമുള്ള പാരത്രികമായ ജീവിതമാണ് എന്ന തിരിച്ചറിവ്, ആ തിരിച്ചറിവ് അവന് ലഭ്യമാകുന്ന അവന്റെ വിജ്ഞാനമാണ്. മൂന്നാമത്തേത് പ്രവാചകൻ പറഞ്ഞു, അവ്വലദിൻ സാലിഹിൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കളാണ്. പ്രിയപ്പെട്ടവരെ, ആലോചിക്കുക, ഇന്ന് തീർന്നു പോയാൽ എനിക്ക് എന്താണ് സദഖ ജാരിയായി എന്റെ ജീവിതത്തിൽ ഞാൻ നൽകിയിട്ടുള്ളത്? ഉപകാരപ്രദമായ എന്ത് വിജ്ഞാനമാണ് എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത്? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കൾ, എന്റെ അനന്തരമെടുക്കുന്ന മക്കൾ, ആ മക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാണോ? പ്രിയപ്പെട്ടവരെ, ആലോചിക്കണം എന്നതാണ്. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഈ മൂന്നെണ്ണമല്ലാത്തതെല്ലാം ദുനിയാവിൽ അവൻ എന്ത് നേടിയാലും
എത്ര വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയാലും, എത്ര നല്ല വാഹനങ്ങളിൽ അവൻ സഞ്ചരിച്ചാലും, എത്ര നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അവൻ നടക്കുന്നതെങ്കിലും അതൊന്നും തന്നെ അവന് പാരത്രികമായ ജീവിതത്തിൽ ഉപകാരപ്പെടുകയില്ല. മറിച്ച് അവന് ഉപകാരപ്പെടുന്നത് എന്താ? അവന്റെ പാരത്രികമായ ജീവിതത്തിന് വേണ്ടി അവൻ നീക്കിവെച്ച അവന്റെ നിക്ഷേപം എന്ന് പറയുന്നത് ഈ 3 വസ്തുക്കളാണ് എന്ന് അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തി എന്നതാണ്. പടച്ചവന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമല്ലോ. ആ നിൽക്കണമെങ്കിൽ അവിടെ സങ്കടപ്പെടാതിരിക്കാൻ, ആ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോ പ്രയാസമില്ലാതിരിക്കാൻ, ദുനിയാവ് നശ്വരമാണ് എന്ന തിരിച്ചറിവ് അതാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. ദുനിയാവ് വിട്ടുപോകേണ്ടവരാണ്. ദുനിയാവിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് നടക്കുമ്പോ പ്രവാചകൻ നൽകുന്ന ഒരു ഉപദേശമുണ്ട്. ആ ഉപദേശം എന്താണെന്നോ? കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബൻ ഔ ഗാബിരിസ് സബീൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദുനിയാവിന്റെ ജീവിതത്തിൽ നീ ജീവിക്കേണ്ടത് ഗരീബ്, ഒരു അപരിചിതനെ പോലെ ജീവിക്കണം എന്നതാണ്. അല്ലെങ്കിലോ ഔ ആബിരിസ് സബീൽ, ഒരു വഴിവിട്ട് കിടക്കുന്നവനെ പോലെ നീ ദുനിയാവിന്റെ ജീവിതത്തിൽ ജീവിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധ്യപ്പെടുത്തി എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥനകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രാർത്ഥന എന്താ? ഇതാ അദ്ദേഹം പറയാ, ഇതാ അംസൈത ഫലാ തൻതളിറു സുബഹ്. ഇന്ന് വൈകുന്നേരമായാൽ അദ്ദേഹം ഉപദേശിക്കുക, ഇന്ന് വൈകുന്നേരമായാൽ നാളെ പ്രഭാതത്തെ നീ പ്രതീക്ഷിക്കരുത് എന്നതാണ്. മാത്രമല്ല വൈദ അസ്ബഹത, ഇന്ന് പുലർച്ചെയായാൽ പ്രഭാതമായാൽ ഫലാ തൻതളിറുൽ മസാ, ഇന്ന് വൈകുന്നേരത്തെ നീ പ്രതീക്ഷിക്കരുത് എന്നതാണ്. മാത്രമല്ല വഖുദ് മിൻ സിഹ്ഹതിക ലിമറളിക, നിനക്ക് രോഗം ബാധിക്കുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തണം എന്നതാണ്. വമിൻ ഹയാതിക ലിമൗതിക, നിന്റെ ജീവിതത്തെ മരണത്തിന് മുന്നേ ഉപയോഗപ്പെടുത്തണം എന്നതാണ്. അല്ലെ, കഴിഞ്ഞ ആഴ്ചകളില് നമ്മളിങ്ങനെ നമ്മുടെ പള്ളിയുടെ ഗ്രൂപ്പ് മാത്രം നോക്കിയാൽ എത്ര ആളുകളാ ദുനിയാവിന്റെ ജീവിതത്തിൽ നിന്ന് അലംഘനീയമായ അള്ളാഹുവിന്റെ വിധിക്ക് കീഴിൽ നിൽക്കൊണ്ട് അവരുടെ യഥാർത്ഥ ജീവിതത്തിന്റെ ആദ്യ ഭവനങ്ങളിലേക്ക് പ്രവേശിച്ചവർ. നിങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്, നമ്മുടെ മഹല്ലത്തിലെ ആളുകളുണ്ട്, നമുക്ക് പരിചയമുള്ള ആളുകളുണ്ട്. എത്ര അപകടങ്ങളാണ്, എത്ര അപകടങ്ങളാണ്. ഇത് നമ്മെ ചിന്തിപ്പിക്കുന്നില്ല എങ്കിൽ നമ്മൾ ആലോചിക്കുക. ഇന്ന് നേരം വെളുത്താൽ, അല്ലെ, വൈകുന്നേരം കിടന്നുറങ്ങുമ്പോ അവിടെ പ്രാർത്ഥിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഉഹു തുടങ്ങിയ പ്രാർത്ഥനകളുണ്ട്. ബിസ്മിക റബ്ബി, അല്ലാഹു നിന്റെ നാമത്തിൽ. മാത്രമല്ല വളഅതു ജംബി, ഞാൻ എന്റെ പാർശ്വത്തെ ഇതാ വച്ചിരിക്കുന്നു, ഇനി ഇതിനെ എനിക്ക് ഉയർത്താൻ കഴിയില്ല. എങ്ങനെയാണെങ്കിൽ നീ എന്നോട് അനുഗ്രഹം കാണിച്ചാലല്ലാതെ ഇതിനെ നീ പിടിക്കുകയാണെങ്കിൽ അതിനോട് കരുണ കാണിക്കണമേ. അല്ല, ഇതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണെങ്കിൽ നാളെ രാവിലെ എണീക്കാൻ എനിക്ക് അവസരം ലഭിക്കുകയാണെങ്കിൽ അവിടെ എന്റെ ആത്മാവിനെ നീ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ആലോചിക്കാൻ നമ്മുടെ പ്രാർത്ഥനകളിലേക്ക് അത്തരം പ്രാർത്ഥനകൾ കടന്നു വന്നിട്ടുണ്ടോ എന്നതാണ്. നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇന്ന് നേരം വെളുത്തപ്പോ എന്റെ മരണത്തിന് ശേഷം എനിക്കൊരു ജീവിതം നൽകിയ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് കിടക്കപ്പായയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ കഴിഞ്ഞ എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? നമ്മൾ ആലോചിക്കണ്ടേ? ദുനിയാവിന്റെ ജീവിതം തീർന്നു പോകുമ്പോ പല വാർത്തകളും കേൾക്കുമ്പോ മിനിഞ്ഞാന്ന് സംസാരിച്ചു, ഫോണിലൂടെ സംസാരിച്ചു ഒരു സഹോദരിയോട്. ആ സഹോദരി പറഞ്ഞത് ഭർത്താവ് സുഖമില്ലാതെ വീട്ടിലാണ്, എന്നാൽ അദ്ദേഹത്തോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അതാ അങ്ങാടിയിലേക്ക് പോയത് എന്ന മറുപടിയാണ് കിട്ടിയത്. അന്ന് പിറ്റേ ദിവസം രാവിലെ കേൾക്കുന്നത് അദ്ദേഹത്തിന്റെ മരണ വാർത്തയാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ, 55 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ. അതേപോലെ തന്നെ എത്ര വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അവരൊക്കെ തന്നെ ശാശ്വതമായ ജീവിതത്തിന്റെ ആദ്യ ഭവനമായ ഖബറുകളിലേക്ക് മറമാടി തിരിച്ചു പോകുന്ന ആളുകളാണ് നമ്മള്. പലപ്പോഴും അത്തരത്തിലുള്ള ആലോചനകൾ നമ്മുടെ മനസ്സിലേക്ക് വ്യതകളായി കടന്നു വന്നിട്ടുണ്ടോ എന്നത് നമ്മൾ ആലോചിക്കുക. നമുക്ക് ലഭ്യമാകുന്ന സമയത്തെ ഉപയോഗപ്പെടുത്തുക. നമ്മുടെ കർമ്മമേ നമുക്ക് പരലോകത്ത് രക്ഷയുള്ളൂ എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. വഅലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഒരു മനുഷ്യന് അവന്റെ ദുനിയാവിന്റെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളല്ലാതെ മറ്റൊന്നുമില്ല.
നാളെ പരലോകത്ത് അവൻ ചെയ്ത പ്രവർത്തനങ്ങളെ അവൻ കണ്ണുകൊണ്ട് കാണുന്ന ഒരു രംഗം നമുക്ക് സുപരിതമായ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ അള്ളാഹു നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് എന്നതാണ്. മറ്റാരെങ്കിലും പ്രവർത്തിച്ച പ്രവർത്തനം, മക്കൾ ചെയ്ത പ്രവർത്തനം, പിതാവ് ചെയ്ത പ്രവർത്തനം, ഉമ്മ ചെയ്ത പ്രവർത്തനം, ഭാര്യമാരെ നിർവഹിച്ച കർമ്മങ്ങൾ, ഇതൊന്നും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയില്ലല്ലോ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അള്ളാഹു രക്ഷപ്പെടുത്തി. എന്നാൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രവർത്തനങ്ങൾ മകനെയോ ഭാര്യക്കോ ഉപകാരപ്പെടുമോ? ഇല്ല എന്നതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത് കാനതാ തഹത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹൈൻ. രണ്ട് പ്രവാചകന്മാരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും ലൂത്ത് പ്രവാചകനെയും. അവിടെ പറഞ്ഞുകൊണ്ട് എന്താ പറഞ്ഞത്? അവരുടെ ഭാര്യമാരെ ഉപമിക്കുന്നത് അവിശ്വാസികൾക്കുള്ള ലറബല്ലാഹു മസലൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഉദാഹരണമായിട്ടാണ് അള്ളാഹു അവിശ്വാസികളുടെ ഉദാഹരണമായിട്ടാണ് എടുത്തുദ്ധരിക്കുന്നത്. എന്നാൽ അവർ രണ്ടുപേരും നല്ലവരായിരുന്നു എന്നതാണ്. അവരുടെ നന്മ അവരുടെ ഭാര്യമാർക്കോ മക്കൾക്കോ ഉപകാരം ചെയ്തില്ല എന്നതാണ്. നമ്മൾ ഓർത്ത ഒരു ചരിത്രമുണ്ട്, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം. പിതാവ് ആസറിന് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഉപകാരപ്പെട്ടില്ല എന്നതാണ്. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ കൊതിച്ച അവസാന ഘട്ടത്തിൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂത്താപ്പ അബൂ ത്വാലിബ്, അദ്ദേഹത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനം ഉപകാരപ്പെട്ടില്ല. മകൾ ഫാത്തിമയോട് പോലും അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യാ ഫാത്തിമ ബിൻതു മുഹമ്മദ്, മുഹമ്മദിന്റെ മകളെ ഫാത്തിമ, അൻഖിദീ നഫ്സകി മിനന്നാർ, നീ നിന്റെ തടി നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണം എന്നതാണ്. ഫഇന്നി ലാ അംലികു ലകി മിനല്ലാഹി ശൈആ, അല്ലാഹുവിൽ നിന്ന് എന്തെങ്കിലും നിനക്ക് അധീനപ്പെടുത്തി തരാൻ, അനർഹമായത് വാങ്ങിത്തരാൻ ഈ വാപ്പ പ്രവാചകനാണ് എന്നതുകൊണ്ട് സാധ്യമല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ഓർമ്മപ്പെടുത്തുന്നു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, ആരും സഹായിക്കാനില്ല. നമ്മൾ പൂർവികരായ ആളുകൾ ചെയ്ത സുഹൃതങ്ങൾ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുകയില്ല. നമ്മൾ ചെയ്തതാണ്, ഒരു മനുഷ്യൻ ചെയ്തതാണ്. അവൻ പ്രവർത്തിച്ചതല്ലാത്തതൊന്നും അവന് പാരത്രികമായ ജീവിതത്തിൽ ലഭ്യമാവുകയില്ല. ഭയാനകരമാണ്. ശ്രദ്ധിക്കണം, ദുനിയാവിന്റെ ജീവിതം ക്രമപ്പെടുത്തണം. ഒരു വർഷം തീർന്നു പോകുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ കഴിഞ്ഞ എന്റെ വർഷം എനിക്ക് ദുനിയാവിന്റെ ജീവിതത്തിൽ ഉപകാരപ്പെട്ടതിനേക്കാൾ പാരത്രികമായ ജീവിതത്തിലേക്ക് ഉപകാരമായോ എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുക. ആ ഒരു അർത്ഥത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.